ശരി മിഥുൻ, ഇന്നലെ രാത്രി വലിയ രീതിയിലുള്ള ആക്രമണത്തിനാണ് പശ്ചിമേഷ്യ സാക്ഷ്യം വഹിച്ചത്. രാത്രി നടന്ന ഡ്രോൺ ആക്രമണങ്ങളും മിസൈൽ ആക്രമണങ്ങളും ആകാശം മുഴുവൻ ഇത്തരത്തിൽ ഡ്രോണുകളെ കൊണ്ട് നിറഞ്ഞിരുന്നു. ആ ദൃശ്യങ്ങളിലേക്ക് Last night, the Israeli regime, the most dangerous and terrorist regime in the world, with full intelligence and political support from the United States regime, conducted a series of coordinated and premeditated military attacks across multiple cities in Iran. These acts of aggression and unlawful strikes target peaceful nuclear facilities, military sites, vital civilian infrastructure and residential areas. So far, 78 people, including senior military officials, have been martyred and over 320 others injured. The overwhelming majority of them civilians, including women and children. Last night, the State of Israel launched Operation Rising Lion, a preemptive military operation carried out with precision, purpose, and the most advanced intelligence at our disposal. The mission was very clear: dismantle Iran's nuclear program, eliminate the architects of its terror and aggression, and neutralize the regime's ability to follow through on its repeated public promise. മിഥുൻ തുടരുന്നുണ്ട്. മിഥുൻ, വളരെ വ്യക്തമായി തന്നെ ഇസ്രയേൽ ഐക്യരാഷ്ട്രസഭയിൽ അടക്കം പറയുന്നു, ഞങ്ങൾ ഉദ്ദേശിച്ചത് ആണവ സംവിധാനങ്ങൾ തകർക്കുക തന്നെയാണ്, ആണവ സംവിധാനങ്ങൾക്ക് നേതൃത്വം നൽകുന്നവരെ നശിപ്പിക്കുക തന്നെയാണ്. എന്തുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെയൊരു ആക്രമണം? ഈ ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയിൽ നടന്ന ഒരു പ്രമേയ അവതരണം 2 പതിറ്റാണ്ടിനിടെ ആദ്യമായാണ് അങ്ങനെ ഒരു പ്രമേയം അവതരിപ്പിക്കുന്നത്. ആ ബോർഡ് ഓഫ് ഗവർണേഴ്സ് പാസാക്കിയ ഒരു പ്രമേയമാണ് ഇറാൻ ആണവ പദ്ധതികൾ വികസിപ്പിക്കുന്നത് നിർത്താൻ ഇറാൻ അത് അനുവദിക്കുന്നില്ല അല്ലെങ്കിൽ അംഗീകരിക്കുന്നില്ല എന്ന് കാണിച്ചുകൊണ്ട് ഒരു പ്രമേയം പാസാക്കിയതിന് തൊട്ടു പിന്നാലെയാണ് ഇസ്രയേൽ ഇങ്ങനെ ഒരു ആക്രമണത്തിന് മുതിരുന്നത് എന്നത് ഏറ്റവും ശ്രദ്ധേയമാണ്. ആ പ്രമേയം എത്രത്തോളം പ്രസക്തമാണ്? ഇറാൻ ആണവ ശക്തിയാകുന്നതിനെ ഇസ്രായേൽ എത്ര കണ്ട് ഭയക്കുന്നുണ്ട്? ശ്രീജ, സ്വാഭാവികമായും ഇസ്രായേലിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം അവരുടെ സൈനിക മേധാവി തന്നെ വ്യക്തമാക്കിയതാണ്. കാരണം ഞങ്ങളുടെ ജനങ്ങളുടെ സുരക്ഷയ്ക്കായി ഏത് തരത്തിൽ എവിടുന്നാണോ ഭീഷണി ഉണ്ടാകുന്നത് അതെല്ലാം തടയുന്നതിന് വേണ്ടിയുള്ള എല്ലാ ശ്രമവും തങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും. കാരണം ഇറാൻ ഏതെങ്കിലും ഇത്തരത്തിൽ ആണവായുധങ്ങൾ സമ്പുഷ്ടീകരണം നടത്തിയാൽ, അതുമായി മുന്നോട്ട് പോയാൽ അത് വലിയ ഭീഷണിയാകുന്നത് ഇസ്രായേലിനെ തന്നെയാണ്. കാരണം ഗാസയിലും ഒക്കെ തന്നെ ഈ ഹമാസിനെ നശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഗാസ മുനമ്പിൽ വലിയ രീതിയിലുള്ള ആക്രമണം ഇസ്രായേൽ നടത്തുന്നുണ്ട്. പലസ്തീന്റെ പല ഭാഗങ്ങളിലും വലിയ രീതിയിലുള്ള ആക്രമണം നടത്തിയിട്ടുണ്ട്. കൂടാതെ തന്നെ ലെബനിൽ ഹിസ്ബുള്ള കേന്ദ്രീകരിച്ച്, ഒപ്പം തന്നെ ഹൂതി അറ്റാക്കുകൾ, അങ്ങനെ നിരവധി ഇടങ്ങളിൽ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം പറയുന്നത്, ചൂണ്ടിക്കാണിക്കുന്നത് തങ്ങളുടെ ജനങ്ങൾക്ക് വേണ്ടിയാണ്. തങ്ങളുടെ ജനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഹാനികരമാകുന്ന എന്ത് സംഭവിച്ചാലും അതിനുവേണ്ടി ഇസ്രായേൽ സൈന്യം രംഗത്തുണ്ടാകും, അതിനുവേണ്ടി ഏതറ്റം വരെയും പോകുമെന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഏതെങ്കിലും തരത്തിൽ ഇറാന്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു ആണവായുധ ഭീഷണി ഉയർന്നാൽ അത്
ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ഇസ്രായേലിനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ ഇതിനെ ഏറ്റവും കൂടുതൽ ഭയക്കുന്നതും അതിനെ നേരിടുന്നതിന് വേണ്ടി അത്തരത്തിലൊരു കരാറിൽ ഏർപ്പെടണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. ഇതിന് ചുക്കാൻ പിടിക്കുന്നത് US ആണെന്നുള്ളത് തന്നെയാണ്. US സംബന്ധിച്ച് ഇത്തരത്തിൽ ആണവ ശക്തികൾ ഉണ്ടാകുന്നത് US-നും അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾ നേരത്തെ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. ഈ ഇത്തരത്തിലുള്ള പ്രമേയം അവതരിപ്പിച്ചതിന് പിന്നാലെ 5 തവണയാണ് ഇതുമായി ബന്ധപ്പെട്ട് US ഒപ്പം തന്നെ ഇറാൻ ആണവ കരാറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നത്. ഈ 5 തവണയും ഒരു കരാറിലേക്ക്, ഒരു ഡീലിലേക്ക് എത്താൻ ഇരു രാജ്യങ്ങൾ തമ്മിൽ സാധിച്ചില്ല. ഒരുപക്ഷെ ഈ ഒരു കരാർ നടന്നാൽ ഈ ഒരു ഭീഷണി ഒഴിവാക്കാൻ സാധിക്കുമെന്നുള്ള ഒരു വിലയിരുത്തലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേലിനെ സംബന്ധിച്ച് അമേരിക്കയുമായി ഈ ഒരു കരാർ നടന്നതിന് ശേഷം ഇങ്ങനെ ഒരു ആക്രമണമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിലേക്ക് പോകേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തി. പക്ഷേ 5 ഘട്ടങ്ങൾ കഴിഞ്ഞിട്ടും 6ാം ഘട്ടത്തിലേക്ക് ചർച്ചകൾ നടക്കുന്നത് നീണ്ടുപോവുകയായിരുന്നു. അതൊരു പക്ഷേ നേരത്തെ തന്നെ ഈ ഒരു ചർച്ചകൾ നടക്കേണ്ടതായിരുന്നു. പക്ഷേ കാലതാമസങ്ങൾ ഉണ്ടായിരുന്നു. ഇറാൻ ഒരു അനുകൂല നടപടികൾ സ്വീകരിക്കുന്നില്ല. ഈ സമ്പുഷ്ടീകരണമായി മുന്നോട്ട് പോകും. അതിന് വിദേശ രാജ്യങ്ങളിലെ ഒരു ശക്തിയും തങ്ങളുടെ രാജ്യത്ത് തീരുമാനിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി എടുക്കുന്ന ഒരു തീരുമാനത്തിലും മറ്റ് രാജ്യങ്ങളുടെ പിന്തുണ വേണ്ട, മറ്റ് രാജ്യങ്ങളുടെ ഉപദേശം വേണ്ട എന്നുള്ള ഒരു പരാമർശം അയത്തുള്ള അലി ഖമനേയുടെ ഭാഗത്തുനിന്നുണ്ടായി. അതിനു പിന്നാലെയാണ് ഇത്തരത്തിലുള്ളൊരു പ്രസ്താവന US-ന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഏതെങ്കിലും തരത്തിൽ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഒരു ആക്രമണം ഇറാനിലേക്ക് ഉണ്ടാകാം എന്നുള്ളൊരു മുന്നറിയിപ്പ് നൽകുന്നു. തൊട്ടു പിന്നാലെ വലിയ രീതിയിൽ ആക്രമണം ടെഹ്റാൻ കേന്ദ്രീകരിച്ചുണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്. നിലവിൽ ഈ ഒരു സാഹചര്യം അത് എത്ര കണ്ട് നമ്മൾ ആശങ്കപ്പെടേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം വലിയൊരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് പോകുന്നു. ഇന്നലെ തന്നെ ഈ ഒരു ചെറിയ സംഘർഷം ഉണ്ടായപ്പോൾ തന്നെ എണ്ണവിലയിൽ വലിയ കുതിച്ചുകയറ്റം ഉണ്ടാകുന്നു, സ്വർണ്ണവിലയിൽ വലിയ കുതിച്ചുകയറ്റം ഉണ്ടാകുന്നു. അങ്ങനെ എല്ലാ മേഖലകളിലും വലിയ രീതിയിൽ ഒരു വിലക്കയറ്റമടക്കം രൂക്ഷമാകുന്ന ഒരു പശ്ചാത്തലത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നുണ്ട്. മറ്റൊന്ന്, നിരവധി പേർക്ക് ജീവഹാനി സംഭവിക്കാൻ പറ്റുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് നമുക്കറിയാം, ഗാസയിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി നിരവധി പേർക്കാണ് ജീവൻ നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഗാസയിൽ വലിയ രീതിയിൽ ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഇറാനിലും സമാനമായ ഒരു സാഹചര്യത്തിലേക്ക് പോകാനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഇത്തരത്തിലുള്ള കരാറിലേക്ക് ഏർപ്പെടണമെന്നുള്ളൊരു നിർദ്ദേശം US-ന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അതിനോട് ഒരു അനുഭാവപൂർണ്ണമായിട്ടുള്ള ഒരു സമീപനം ഇറാന്റെ ഭാഗത്തുനിന്ന് ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും അവരുടെ പ്രതികരണം സൂചിപ്പിക്കുന്നത്. സംഘർഷത്തിലേക്ക് പോകട്ടെ, അതായത് ഇസ്രായേലിനെ മുട്ടുകുത്തിക്കുമെന്ന് തന്നെയാണ് തങ്ങളുടെ ഭാഗത്തുനിന്ന് പ്രത്യാക്രമണം ഉണ്ടാകും, വീണ്ടും ഇതിന് തിരിച്ചടി നൽകുമെന്ന് തന്നെയാണ് പറഞ്ഞ് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു സംഘർഷത്തിലേക്ക്, ഒരു എസ്കലേറ്റ് ചെയ്ത ഒരു വാറിലേക്ക് തന്നെ വിരൽ ചൂണ്ടുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും 150-ലധികം ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിലേക്ക് അയച്ചത്. ഇതിൽ ഭൂരിഭാഗം മിസൈലുകളും തകർക്കാൻ ഇസ്രായേലിന് സാധിച്ചു. ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ്. പക്ഷേ മറ്റ് ചില മിസൈലുകൾ, ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിന്റെ സെൻട്രൽ ഇസ്രായേലിലും ഒപ്പം തന്നെ ജെറുസലേമിലും ടെലവീവിലും ഒക്കെ പതുക്കുകയുണ്ടായി. നിരവധി കെട്ടിടങ്ങൾക്ക് നാശനഷ്ടമുണ്ടായി. 63ഓളം പേർക്ക് നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് 63ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ നിസാര പരിക്കുകളാണ് പലർക്കും ഏറ്റിട്ടുള്ളത്. സാരമായി പരിക്കേറ്റവർ 8ഓളം പേർക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള സ്ഥിരീകരണം ഇസ്രായേൽ നടത്തുകയും ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായും ഇത്തരത്തിലൊരു ആക്രമണം ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടായാൽ ഇസ്രായേൽ വലിയ പ്രത്യാക്രമണം നടത്തുമെന്നുള്ളതാണ് നമ്മൾ മുൻകാലങ്ങളിൽ കണ്ടിട്ടുള്ളത്. അതേ രീതിയിലുള്ള